90.8 ഇന്ന് എത്തി നിൽക്കുന്നത് കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരള പോലീസ് സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെ കൊടുങ്കാറ്റ് എന്ന ആശയവുമായി ബന്ധപ്പെട്ട് വിവിധതരം പ്രോഗ്രാമുകളാണ് ഇന്നിവിടെ നടത്തുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി കായംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ നിസാറുദ്ദീൻ സാർ നമ്മളോടൊപ്പം ചേരുന്നു. കേരള സംസ്ഥാനത്തിൽ പുതിയ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാർ നേതൃത്വം കൊടുത്തുകൊണ്ട് സംസ്ഥാനത്താകമാനം ലഹരി വ്യാപനത്തിനെതിരെ നമ്മുടെ വരും തലമുറയെ ലഹരിയിൽ നിന്നും വിമുക്തമാക്കുന്നതിന് ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. 2026 ജൂൺ 2 തുടക്കം കുറിക്കപ്പെട്ട ഈ പദ്ധതി കേരളത്തിലാകമാനം വലിയ മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും നിരവധി ആളുകളെ, ഇതിൻ്റെ ഉപയോഗിക്കുന്ന ആളുകളെ, വിൽക്കുന്ന ആളുകളെ, ഇത് ക്യാരിയേഴ്സായി വരുന്ന ആളുകളെ ഒക്കെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം പിടികൂടി നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. സ്കൂൾ തലങ്ങളിൽ വിദ്യാർത്ഥികളിലൊക്കെയാണ് ഇതിൻ്റെ ബോധവൽക്കരണം അനിവാര്യമായി വരേണ്ടത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നോടിയായി സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് LP UP തലത്തിൽ ലഹരിക്കെതിരെ കൊടുങ്കാറ്റ് എന്ന ആശയത്തോടു കൂടി കുട്ടികളുടെ ചിത്രരചനാ മത്സരമാണ് നടക്കുന്നത്. അത് സബ് ഡിവിഷൻ തലത്തിൽ നടക്കുന്ന ഈ മത്സരം, അതിൽ നിന്നും 1, 2, 3 സ്ഥാനങ്ങൾ കിട്ടുന്ന കുട്ടികളെ ജില്ലാതലത്തിൽ പങ്കെടുപ്പിച്ച് അവിടെയും മത്സരത്തിൽ വിജയികളാകുന്ന കുട്ടികൾക്ക് ഓഗസ്റ്റ് 1 ആലപ്പുഴ ജില്ലയുടെ തലസ്ഥാനത്ത് വെച്ച് നടത്തുന്ന, ജില്ലയിൽ വെച്ച് നടത്തുന്ന പ്രധാന പരിപാടിയായ ഈ ഓപ്പറേഷൻ തൂഫാൻ നർക്കോട്ടിക് ഹണ്ടിൻ്റെ അടുത്ത ഘട്ട പരിപാടിയുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളെ അവിടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ വെച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകും. കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തിയാൽ മാത്രമാണ് സമൂഹത്തിന് നല്ല ഒരു നേർക്കാഴ്ച കിട്ടുന്നത്. കാരണം ഈ ലഹരിയുടെ വ്യാപാരികൾ, അതിൻ്റെ വിതരണക്കാർ, അതുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകളും കുട്ടികളെയാണ് പ്രധാനമായി വലവീശി പിടിക്കുന്നത്. കുട്ടികൾക്ക് ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ചോ നിയമബോധമോ ഇല്ലാത്തതുകൊണ്ട് അവർ വളരെ പെട്ടെന്ന് ഇതിൽ പെട്ടുപോകുന്നു. അങ്ങനെ പെട്ടുപോകുന്ന കുട്ടികൾ പെട്ടെന്ന് തിരികെ വന്നാൽ അവർക്ക് ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക് മടങ്ങി വരാം. പക്ഷേ അത് സമൂഹം, രക്ഷകർത്താക്കൾ, ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, പോലീസ്, എക്സൈസ് തുടങ്ങിയ സർക്കാർ വിഭാഗങ്ങൾ കൃത്യമായി അവരെ കണ്ടെത്തുന്നില്ല എങ്കിൽ അവരതിലേക്ക് പെട്ടുപോവുകയും അവരുടെ ഭാവി ഇല്ലാതെയും. അതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്.